പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയതാളം പരിപാടിയിലേക്ക് സ്വാഗതം. സാറ് നമ്മൾ ആ മാതാവിൻ്റെ സുഹൃതങ്ങളാണിങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ അതെ. ആഴമായ മൗനം, അഗാധമായ എളിമ, അനിശ്ചിതമായ വിശ്വാസം, നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം, പിന്നെ തീക്ഷ്ണമായ സ്നേഹം അല്ലേ? തീക്ഷ്ണമായ സ്നേഹമാണ്. തീക്ഷ്ണമായ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ബോണി തുടങ്ങിയപ്പോൾ തന്നെ എന്നെ സ്വാഗതം ചെയ്ത് സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാർ എന്ന് പറഞ്ഞാണ്. എന്താ സ്നേഹം? എനിക്ക് ശാലം ശുശ്രൂഷകളോട്, അതുപോലെ ഇപ്രകാരമുള്ള ഒരു ശുശ്രൂഷയോടുള്ള എൻ്റെ ഒരു താല്പര്യം, ആ താല്പര്യത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു സന്നദ്ധത, ആ സന്നദ്ധതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സഹിക്കുന്ന എൻ്റെ ത്യാഗങ്ങൾ. അപ്പം ഈ ത്യാഗത്തിൻ്റെ പരിവേഷമില്ലാത്ത ഒരു സ്നേഹമില്ല. യാതൊരു സ്നേഹത്തിലൊരു ത്യാഗമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ത്യാഗമില്ലാത്ത സ്നേഹമാണ് പലപ്പോഴും വളരെ ക്ഷിപ്രമായിട്ട്, അല്ലെങ്കിൽ വളരെ വളരെ യാതൊരു ലൈഫും ഇല്ലാതെ പെട്ടെന്ന് പോകും. ഞാൻ നമ്മുടെ ഈ കുട്ടികളുടെ പ്രേമത്തെയും പ്രണയത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. ഈ പ്രേമത്തിൽ പ്രണയം ഉണ്ടാവാറില്ല, പ്രണയത്തിൽ ഒരു തീക്ഷ്ണമായ സ്നേഹമുണ്ട്. പ്രേമത്തിൽ തീക്ഷ്ണമായ സ്നേഹമൊന്നുമില്ല. പ്രേമവും പ്രണയവും രണ്ടർത്ഥങ്ങളാണ്. തീക്ഷ്ണമായ വളരെ ആഴമായ അർത്ഥവ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രേമത്തിൽ അങ്ങനെ ഒരു തീക്ഷ്ണമായ ഒരു സ്നേഹമൊന്നുമില്ല, പ്രണയത്തിലൊരു തീക്ഷ്ണമായ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് പ്രണയം ഒരിക്കലും കാര്യമായി തകരാറില്ല. പ്രേമമാണ് പലപ്പോഴും, പ്രേമിച്ച് കെട്ടുന്നവരിലാണ് ഞാൻ കണ്ടിട്ടുള്ള വിവാഹബന്ധങ്ങൾ തകർന്നിട്ടുള്ള മുഴുവൻ പ്രേമബന്ധ വിവാഹങ്ങളായിരുന്നു. പക്ഷെ ആ പ്രേമത്തിനകത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. കാരണം മനസ്സുകളെ തമ്മിലുള്ള സ്നേഹമായിരുന്നില്ല, ശരീരങ്ങളുടെയും അല്ലെങ്കിൽ അതിൻ്റെ വളരെ പുറമേ കാണുന്നതനുസരിച്ച് മാത്രമുള്ളൊരു സ്നേഹവും അതിനോടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റും മാത്രമായിട്ട് പ്രേമിച്ച് കിടന്നു. അത് സുഖമുള്ള കാര്യമാണ്. കാരണം പ്രേമിച്ച് കിടക്കുമ്പോൾ ഏത് കുറവുകളൊക്കെ നിറവുകളായിട്ട് തോന്നും. പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോൾ കുറവുകളെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. ഇതാണ് പ്രശ്നം. പ്രണയത്തിനകത്ത് കുറവുകൾ നിറവുകളായിട്ട് അപ്പം തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ഈ കുറവുകളെ തിരിച്ചറിഞ്ഞ് കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് പിന്നീട് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പ്രണയവിവാഹങ്ങൾ പരാജയപ്പെടാറില്ല, പ്രേമവിവാഹങ്ങളെ പരാജയപ്പെടാറുള്ളൂ. അതിൻ്റെ കാരണം അതാണ്. ഞാൻ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് വരട്ടെ കേട്ടോ. അപ്പം ഈ സ്നേഹം എന്നുള്ളത് ഒരു ത്യാഗമില്ലാതെ ഒരു സ്നേഹമില്ല. അപ്പം നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകലാതിരിക്കാൻ വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തിൽ നിന്നും വളരാൻ വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു 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 ത്യാഗങ്ങളുണ്ട്, ബോധപൂർവം എടുക്കുന്ന പരിശ്രമങ്ങളുണ്ട്. ഈ പരിശ്രമം തന്നെയാണ് ഏറ്റവും വലിയ ത്യാഗം എന്നുള്ളത്. നമ്മളതിന് വേണ്ടിയിട്ട് കഠിനമായിട്ടൊരു എക്സസൈസും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ബോധപൂർവം എടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമത്തിന് ഒരു ത്യാഗത്തിൻ്റെ പശ്ചാത്തലമുണ്ട്, യാതൊരു സംശയമുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ എടുത്ത ഏറ്റവും വലിയ ത്യാഗം എന്തായിരുന്നു? ഈശോയെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അമ്മ ആദ്യം എടുത്ത് കന്യാവ്രതം എടുത്തു. അത് ഈശോയെ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് എടുത്ത ഒരു വ്രതമാണത്. അതൊരു ത്യാഗമുള്ള വ്രതമാണത്. ലോകവും അതിൻ്റെ ആശകളും ധീരതയോടെ വെടിഞ്ഞു. അതാണ് ത്യാഗത്തിൻ്റെ വലിയ പരിവേഷം. നമ്മുടെ കന്യാസ്ത്രീമാരെന്ന് പറയുന്നത് കന്യകാവ്രതം എടുത്തവരാണ്. എന്തിനു വേണ്ടിയാണ് കന്യാവ്രതം എടുക്കുന്നത്? സ്നേഹത്തെ പ്രതിയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ദൈവത്തെ മാത്രം സ്നേഹിക്കാനും ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കാനും പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ വ്രതം എടുക്കുന്നത്. കാരണം അല്ലാതെ വ്രതം എടുത്തിട്ടുള്ള സംബന്ധിച്ചിടത്തോളം, കാരണം അവർ ജീവിക്കുന്ന ഭൗതിക ലോകത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭൗതിക കാര്യങ്ങളിൽ മുഴുകേണ്ടിരിക്കുന്ന മനസ്സുണ്ട് അവർക്ക്. സാഹചര്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളോ ആവശ്യങ്ങളോ സാധ്യതകളോ ഇല്ലാത്ത ഒരു സ്ഥലമാണ് കന്യാമഠം എന്ന് പറയുന്നത്. അപ്പം ഈ വ്രതം എടുക്കുന്നത് ദൈവത്തെ സ്നേഹത്തെ പ്രതിയാണ്. ദൈവത്തെ സ്നേഹത്തെ പ്രതി സഹിക്കുന്ന ത്യാഗം തന്നെയാണത്. ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, പൂർണ്ണമായും ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു കന്യാവ്രതം എടുത്തായിരുന്നു.
പിന്നെ എത്രമാത്രം ഈ പരിശുദ്ധമ്മ ദൈവസ്നേഹത്തെ പ്രതിരുത്ത ത്യാഗങ്ങൾ മാതാവിൻ്റെ ഓരോരോ സാഹചര്യങ്ങളിലും ഈശോയെ വിട്ടുമാറാൻ പിന്തുടർന്നേണ്ടി വന്നപ്പോൾ സഹിക്കേണ്ടി വന്നത്, ഈശോയുടെ വ്യാകുലങ്ങൾ കണ്ടപ്പോൾ സഹിക്കേണ്ടി വന്നത്. അല്ല, ഈ കന്യാവ്രതം എടുത്ത അമ്മയോടാണല്ലോ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ഈശോയെ ഗർഭം ധരിക്കണം. അത് ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം. ആ ജിജ്ഞാസ കൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്, ഞാൻ കന്യാവ്രതം എടുത്ത ആളാണ്, ഇനി ഇതെങ്ങനെ സംഭവിക്കുന്നത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു പറഞ്ഞു. കാരണം എനിക്ക് ഗർഭവതിയാവാൻ സാധ്യതയില്ല, സാധിക്കുകയുമില്ല. കാരണം ഞാൻ കന്യാവ്രതം എടുത്തിട്ടുള്ളതാണ്. കാരണം വൃദ്ധബദ്ധയായിട്ടുള്ള അമ്മയാണ്. അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയൊന്നും ആയിരുന്നില്ല. ഗബ്രിയേൽ ദൂതനോട് അമ്മ ചോദിക്കുന്നത് ഇതെങ്ങനെ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് സ്നാപകയോഹന്നാൻ്റെ ജനന സമയത്ത് ഇതേ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെ മാതാപിതാക്കന്മാർ പ്രായം കഴിഞ്ഞവരും സ്വാഭാവികമായ സാധ്യതകളില്ലാത്ത അവർ വ്രതങ്ങൾ എടുത്തവരല്ലായിരുന്നു. മാതാവ് വ്രതബദ്ധയായിരുന്നു. ഈ ചോദ്യങ്ങളുടെ രണ്ട് വ്യത്യാസങ്ങൾ അതാണ്. മനസ്സിലായി. അപ്പം മാതാവ് അതുകൊണ്ടാണ് മാതാവിൻ്റെ ചോദ്യത്തെ ദൈവത്തിന് ഇഷ്ടക്കേട് വന്നില്ല. കാരണം ഏത് വിധത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവം തന്നെ ഗബ്രിയേൽ ദൂതനിലൂടെ അറിയിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പുറത്തെ ചോദ്യത്തിൻ്റെ പ്രശ്നം മാനുഷികമായ സാധ്യതകളെ മാത്രം മുന്നിൽ കണ്ടിട്ട് ദൈവത്തിൻ്റെ ഇടപെടലിനെ വിസ്മരിച്ചവരാണ്. ദൈവം ഇടപെടും എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെടും. അതിന് പ്രായം പ്രശ്നമല്ല, അതിന് ആരോഗ്യം പ്രശ്നമല്ല. കാരണം അത് ദൈവം ഇടപെടും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റും. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച് ഇത്രമാത്രം ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഇമാര് ഒഴിഞ്ഞു വെച്ച ഒരു തീക്ഷ്ണമായ സ്നേഹം, ഒരു സ്നേഹത്തിൻ്റെ തീക്ഷ്ണത മാതാവിലാണ് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കന്യാസ്ത്രീ ആവുന്ന എല്ലാവരും ഈ മാതാവിനെ മധ്യസ്ഥയായിട്ട് സ്വീകരിക്കുന്ന കാര്യം. കാരണം ഈ തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ അനുഭവം മനസ്സിൽ പേറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മാടി വിളിക്കുന്ന ലോകത്തേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ചു, പക്ഷെ ലോകം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളെ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കന്യാവ്രതം സ്വീകരിച്ച് മഠത്തിലേക്ക് വന്നു. പക്ഷേ ലോകം നമ്മുടെ പിന്നാലെയുണ്ട്. പിന്നാലെ വരുന്ന ലോകത്തോട് നോ പറയാൻ തക്കവണ്ണം തീക്ഷ്ണമായ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ഞാൻ നിറച്ചില്ല എന്നുണ്ടെങ്കിൽ, അമ്മയെ കൂട്ടുപിടിച്ച് ആ സ്നേഹത്തെ എപ്പോഴും എന്നിൽ ഓർപ്പിച്ചിരുന്നുകൊണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ സ്നേഹത്തിൽ മായം ചേർക്കാനും ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് വഴുതി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ലോകവും അതിൻ്റെ ആശകളും മനസ്സിൽ നിന്നും പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ ഒരു പ്രകൃതം ഉണ്ടെങ്കിൽ മാത്രമേ തീക്ഷ്ണമായ സ്നേഹം കൊണ്ട് നിറയാൻ സാധിക്കുള്ളൂ. കാരണം മനസ്സിൽ എപ്പോഴും ലോകത്തിൻ്റെ ആശകൾ കിടപ്പുണ്ട്. അത് മനസ്സിൽ നിന്നും പറിച്ചെടുത്ത് വലിച്ചെറിയണം. എൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യത ഇല്ലാത്തോളം ദൂരത്തേക്ക് ഞാൻ വലിച്ചെറിയണം. പറിച്ചെടുത്ത് വലിച്ചെറിയുന്ന ഒരു പ്രക്രിയയാണ്. എന്നിട്ടേ കന്യാവ്രതം സ്വീകരിക്കാവുള്ളൂ. കന്യാവ്രതം എന്നുള്ളത് നമ്മൾ സ്വീകരിക്കുന്ന ഒരു വ്രതത്തിൻ്റെ കന്യകയായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, ലോകത്തോട് കന്യാകത്വത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു ജീവിതം കൂടെ കൂടിയാണ്. കന്യാകത്വം പ്രഖ്യാപിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹം കന്യാവ്രതം എന്നുള്ള വ്രതത്തിലൂടെ ഞാൻ അനുഭവിക്കുന്ന ലോകത്തോട് മുഴുവൻ പ്രകാശിപ്പിച്ച് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞതിൻ്റെ തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളും പ്രതികരണങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നവരുടെയാണ്. അത് ആ തീക്ഷ്ണമായ സ്നേഹം ഹൃദയത്തിലുള്ള ഒരാൾക്ക് മാത്രമേ അപ്രകാരം ഈ സ്വാതന്ത്ര്യത്തോടുകൂടി ലോകത്തിൻ്റെ സ്നേഹത്തിൽ വീഴാതെ അതേസമയം ലോകത്തിൽ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. വേറൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. മാതാവ് കന്യാവ്രതം എടുത്ത് അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ്. അതിനുശേഷം ദൈവസ്നേഹത്തെ പ്രതി തന്നെ അതിനെ സറണ്ടർ ചെയ്യാനും മാതാവ് തയ്യാറായി, അല്ലേ? ഈശോയെ ഗർഭം ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള ഒരു സമർപ്പണം കൂടി സ്നേഹത്തിലുണ്ട്, അല്ലേ? തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ മാത്രമാണ്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇതെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ. ഇതാണ് മാതാവിൻ്റെ സ്നേഹം. തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ അടുത്ത നടപടി തന്നെ ഇതാ ഞാൻ. ആ സ്നേഹത്തിൻ്റെ അടുത്ത നടപടിയാണ് ഈ സ്നേഹം പങ്കുവയ്ക്കാൻ പോകാമെന്നുള്ളത്. അതുകൊണ്ടാണ് മാതാവ് പറയുന്നുണ്ട്, തിടുക്കത്തിൽ മാതാവ് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്, തൻ്റെ ശുശ്രൂഷ ആവശ്യമുള്ള ചാർച്ചക്കാരുടെ അടുത്തേക്ക്. കാരണം ഈ ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണമായ ദൈവസ്നേഹത്തിൽ നിറയുന്ന ഒരു വ്യക്തിയിൽ ആ സ്നേഹത്തിൻ്റെ പ്രകടനം ഉടനുണ്ടാവും. സഹോദരങ്ങളിലേക്ക് അത് വന്ന് വിളിക്കാൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ചെന്ന് കൊടുക്കേണ്ടതാണ്. തീക്ഷ്ണമായ സ്നേഹം വന്ന് വിളിക്കാൻ നോക്കിയിരിക്കില്ല, ചെന്ന് കൊടുക്കുന്ന സ്നേഹമാണ്. അതാണ് മാതാവ് തിടുക്കത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ തീക്ഷ്ണമായ സ്നേഹം എന്നുള്ളത് ദൈവം പൂർണ്ണമായും എന്നിൽ വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം എന്നിലൂടെ പൂർണ്ണമായും മറ്റുള്ളവരിലേക്ക് പ്രകടമാവുകയും ചെയ്യുന്ന ഒന്നാണ് ആ അർത്ഥത്തിൽ. കാരണം ആ സ്നേഹത്തിൻ്റെ 3 തലങ്ങൾ വളരെ എളുപ്പത്തിൽ വേണ്ടി പറയാം. ഒന്ന് ആത്മബോധം, ഞാൻ ആരാണെന്നുള്ള അറിയാം. രണ്ടാമതൊരു ആത്മീയ ബോധം, എൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ബോധം. മൂന്നാമത്തത് ഒരു അപരബോധം, ഈ അപരനിലേക്ക് നീളുന്ന
അത് തീക്ഷ്ണമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അപരനെ ഞാൻ ചാരാതെയും അപരനിലേക്ക് ഞാൻ ചെരിയാതെയും ദൈവത്തെ സ്നേഹത്തെ പ്രതി അപരനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ദൈവസ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ ദൈവത്തെ പ്രതി ഈ അപരനെ സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ അപരനിലേക്ക് ചായും, അല്ലെങ്കിൽ അപരൻ എന്നിലേക്ക് ചെരിയും. ഇതാണ് ഈ തീക്ഷ്ണമായ സ്നേഹം കൊണ്ട് നിറയാത്ത ഇപ്രകാരം വ്രതബദ്ധരായ വ്യക്തികൾ ഈ സമൂഹത്തിൽ ഒരു പക്ഷേ പലപ്പോഴും ചാഞ്ഞും ചെരിഞ്ഞും പോകാൻ കാരണം. അവരിൽ ദൈവസ്നേഹം പൂർണ്ണമായിട്ട്, തീക്ഷ്ണമായ സ്നേഹം അമ്മ അനുഭവിച്ച മാതിരി അനുഭവിക്കാൻ അവരുടെ മനസ്സ് പൂർണ്ണമായും തുറന്നു കൊടുത്തില്ല, ഹൃദയം നിറച്ചില്ല അവർ. തീക്ഷ്ണമായ സ്നേഹവുമായിട്ട് ബന്ധിപ്പിച്ച് സാറ് ഈ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് പോയായിരുന്നു. അപ്പോൾ ഈ തീക്ഷ്ണമായ സ്നേഹം തന്നെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് പ്രാക്ടിക്കലാക്കാനായിട്ട്? ഈ തീക്ഷ്ണമായ സ്നേഹത്തെ അറിയുന്നൊരു വ്യക്തിക്ക് മാത്രമേ ദാമ്പത്യ വിശ്വസ്തതയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദാമ്പത്യ വിശ്വസ്തത എന്താ? ദാമ്പത്യത്തിലെ വിശ്വസ്തത എന്ന് പറയുന്നത് എൻ്റെ കുറവിലെ നിറവായിട്ട് ദൈവം എനിക്ക് തന്ന വ്യക്തിയാണ്. ദൈവകരങ്ങളിൽ നിന്നാണ് ഞാൻ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത്. എനിക്ക് ബ്രോക്കർ കാണിച്ചതെന്നല്ല, ആരെങ്കിലും സൂചിപ്പിച്ചു തന്നല്ല. അവരെല്ലാം ഉപകരണങ്ങളായത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ ജീവിതത്തിൻ്റെ പങ്ക് ആയി സ്വീകരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ. അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ ഏർപ്പെടുത്തരുത്. എൻ്റെ അർത്ഥം അതാണ്. കാരണം ഇത് മനുഷ്യ സാഹചര്യങ്ങളിലൂടെ കണ്ടുമുട്ടി എന്നിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്. പക്ഷെ സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നാണ്. ദൈവമാണ് എന്നെ ഒന്നാക്കി തീർക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പങ്കാക്കി മാറ്റുകയാണ് എൻ്റെ പങ്കാളിയെ. അപ്പോൾ എൻ്റെ കുറവിലെ നിറവായിട്ട് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ കാണാൻ കഴിയണം. കാരണം ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ടാണ് രോഗം വന്നാലും, അതുകൊണ്ടാണ് അസ്വസ്ഥതകളുണ്ടായാലും, അതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടായാലും, അതുകൊണ്ടാണ് ദുഃഖമുണ്ടായാലും വിഷമമുണ്ടായാലും എന്ത് വന്നാലും ദൈവം തന്നതാണ്. ദൈവത്തിൻ്റെ കൂടെ ദൈവം തന്ന ജീവിത പങ്കാളിയെ ദൈവത്തെ കൂടെ. ഈ തീക്ഷ്ണമായ സ്നേഹം, ദൈവസ്നേഹം ഉള്ളിൽ നിറയാത്തൊരു വ്യക്തിക്ക് ദാമ്പത്യത്തിൽ പങ്കാളിയെ സ്നേഹിക്കാൻ സാധിക്കില്ല, വിശ്വസ്തയോടെ സ്നേഹിക്കാൻ സാധിക്കില്ല, സ്വാർത്ഥതയോടെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കൂ. അങ്ങനെ ദൈവസ്നേഹം കൊണ്ട് നിറയാത്ത ഒരു ജീവിത ദാമ്പത്യത്തിലെ വ്യക്തികൾക്കാണ് ഈ ദാമ്പത്യ ബന്ധത്തിൽ കലർപ്പ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇടർച്ച സംഭവിക്കുന്നത്. കാരണം ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന ഒരു വ്യക്തി വിശ്വസ്തതയുടെ, കാരണം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് വിശ്വസ്തത എന്നുള്ളത്. ഫിഡലിറ്റി. അത് സ്നേഹത്തിന്, കാരണം ദൈവം വിശ്വസ്തനാണ്. ഞാൻ സ്നേഹിക്കുന്ന ദൈവം എന്നോട് വിശ്വസ്തനാണ്. അപ്പം ആ വിശ്വസ്തത ദൈവം എന്നിൽ നിന്നും പ്രതീക്ഷിക്കും. മറ്റുള്ളവരോടും ദൈവം അനുവദിച്ച ബന്ധങ്ങളിലും ദൈവം ഏർപ്പെടുത്തി തന്ന സാഹചര്യങ്ങളിലും ദൈവം ആ വിശ്വസ്തത പ്രതീക്ഷിക്കും. കാരണം അത് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്, ഒരവകാശമാണ് ഒരർത്ഥത്തിൽ. കാരണം അത്രമാത്രം ഒരു വലിയ സ്നേഹം കൊണ്ടാണ് ദൈവം എന്നെ നിറച്ചിട്ടുള്ളത്. ആ സ്നേഹം തന്ന വ്യക്തിയുടെ ഒരു അവകാശമാണ് ആ സ്നേഹത്തിൻ്റെ ദുരുപയോഗം സംഭവിക്കാതിരിക്കുക എന്നുള്ളതും ആ സ്നേഹത്തെ ഞാൻ പടുത്തുയർത്തുക എന്നുള്ളതും. അപ്പോൾ പടുത്തുയർത്തുന്ന സ്നേഹമാണ് വളർത്തുന്ന സ്നേഹം. ഞാനിപ്പോൾ സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്നേഹം സഹനമാണെന്ന് ഞാൻ അറിയുന്നു എന്നുള്ള പാട്ടിങ്ങനെ ഓർക്കുക. ദിപികാരണത്തെക്കുറിച്ച് പാടുന്ന സമയത്താണത്. അപ്പോൾ സ്നേഹം സഹനമാണ്, സ്നേഹം ബലിയാണ്. കാരണം സഹനമില്ലാത്ത, ത്യാഗമില്ലാത്ത ഒരു സ്നേഹമില്ല. യഥാർത്ഥ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തെ പ്രതി ഏത് സഹനവും, ഏത് വേദനയും, ഏത് ദുഃഖവും, ഏത് ദുരിതവും സന്തോഷത്തോടെ നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും. ദൈവസ്നേഹത്തെ പ്രതി. സത്യത്തിൽ അപ്പോൾ സാറേ, നമ്മുടെ ഈ തകർന്നു പോകുന്ന കുടുംബങ്ങളിലും അല്ലെങ്കിൽ അപജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വ്രതമനുഷ്ഠിക്കുന്നവരിലൊക്കെ സംഭവിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ കുറവല്ലേ? തീർച്ചയായിട്ടും. ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും ഒന്നിപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും ഈ പാളിച്ച വരുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം ഒന്നിപ്പിച്ചവൻ കൂടെ ഇല്ല, ഭർത്താവ് കൂടെ ഇല്ല അല്ലേ? ഒന്നിപ്പിച്ചവൻ ദൈവമാണ്. ഒന്നിപ്പിച്ച ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പിന്നെ ദാമ്പത്യ ധർമ്മത്തിലേക്കോ ദാമ്പത്യ ജീവിതങ്ങളിലേക്കോ ദാമ്പത്യ സുഖങ്ങളിലേക്കോ സൗകര്യങ്ങളിലേക്കോ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ദൈവം സംപ്രീതനാവില്ല. ദൈവത്തിൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുതെന്നാണ് അല്ലേ നമ്മൾ പാടി കേൾക്കുന്ന ഒറ്റ പാട്ടല്ലേ. കാരണം ആ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതും രക്ഷിച്ചതും പരിപാലിക്കുന്നതും. ആ ദൈവത്തിലേക്കാണ് എത്തിച്ചേരേണ്ടതും. അപ്പോൾ ദൈവം നമ്മുടെ സന്തോഷങ്ങളിൽ ഇടങ്കാലിടുന്ന വ്യക്തിയല്ല. ദൈവത്തെ മറന്ന് സന്തോഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം തന്ന സാഹചര്യങ്ങളോടും ദൈവം തന്ന സൗകര്യങ്ങളോടും ദൈവം തന്ന സാധ്യതകളോടും ചേർത്തുകൊണ്ട് ദൈവത്തോടൊപ്പം നമുക്ക് എല്ലാ സന്തോഷവും ദൈവം അനുവദിച്ചിട്ടുണ്ട്. ദൈവത്തെ മറക്കരുത്. അപ്പോൾ ആ ദൈവ സ്നേഹത്തെ പ്രതി
ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോഴോ ആരെ സ്നേഹിക്കുമ്പോഴോ അവിടെയെല്ലാം നമുക്ക് ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകും. അപ്പോൾ ഒന്നിപ്പിച്ചവും കൂടെയില്ലെങ്കിൽ ഒന്നിച്ച് നിർത്താൻ പറ്റില്ല. വ്രതബുദ്ധിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ വ്രതങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് ദൈവമായ കർത്താവിനെ മണവാട്ടിയായ മണവാളനായ സ്വീകരിച്ചുകൊണ്ടാണ്. ആ സ്നേഹത്തെ പ്രതിയാണ്. ആ സ്നേഹത്തെ പ്രതിയാണ്. ആ ഒരു ബന്ധത്തിൻ്റെ അതേ വിശ്വസ്തയോടുകൂടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായും അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ഒരു ബന്ധങ്ങളിലും വിശ്വസ്തയോടെ നിൽക്കാൻ സാധിക്കില്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വിളിച്ചവനോടുള്ള വിശ്വസ്തതയാണ് നിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. ഈ ഒരു തീക്ഷ്ണമായ സ്നേഹത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് മാതാവ് എപ്രകാരമെല്ലാമാണ് സാറിനെ സഹായിച്ചിട്ടുള്ളത്? മാതാവ് ഈ ദൈവസ്നേഹം പൂർണ്ണമായും ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഈ ഈശോയെ ഇത്രമാത്രം ഒരു അണുപോലും വിടാത്തവണ്ണം അനുഗമിച്ച് പോയിട്ടുള്ളത്. ഈശോയുടെ പിന്നിലെ ഏറ്റവും വലിയ ചാലശക്തി മാതാവ് തന്നെയായിരുന്നു. മാതാവ് ഒരിക്കലും ഈശോയെ ഒന്നിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടില്ല. പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗവും കണ്ടിട്ടില്ല. നേരെ മറിച്ച് പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രംഗങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇടപെടാനായിട്ട്. അപ്പോൾ ദൈവത്തെ ഇടപെടുത്താൻ സഹായിക്കുന്ന അമ്മ ഈ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ വായിച്ച് കണ്ടിട്ടുള്ള, നമ്മുടെ മുമ്പേ പറന്നു പോയിട്ടുള്ള പക്ഷികളാണല്ലോ വിശുദ്ധരെല്ലാവരും. ആ വിശുദ്ധരെല്ലാവരുടെയും ജീവിതത്തിൽ അവർ ദൈവസ്നേഹം കൊണ്ട് എങ്ങനെ നിറയ്ക്കാനായിട്ട് അവർ പരിശ്രമിച്ചു എന്നുള്ളതും അതിന് മാതാവിൻ്റെ മാധ്യസ്ഥം എപ്രകാരം സഹായമായി നിന്നിട്ടുള്ളതും എല്ലാ മരിയ ഭക്തരുടെയും മാത്രമല്ല എല്ലാ വിശുദ്ധരുടെയും കാര്യത്തിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. കാരണം അവരെല്ലാവരും മാതാവിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ പരിശ്രമിച്ചിട്ടുള്ളതും. അമ്മ ആണ് മക്കളെ ഈ സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് അപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതും. ആ ഒരു തലത്തിൽ വളരെ ലളിതമായിട്ട്, എനിക്ക് ഒരു വലിയ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അല്ല, വളരെ ലളിതമായിട്ട് അമ്മ എൻ്റെ ഈശോയുടെ സ്വന്തമാക്കി തീർക്കണമേ എന്നുള്ള ആ ഒരു സ്നേഹത്തോട് അടുപ്പിച്ച് നിർത്തണമെന്നുള്ള ലളിതമായ പ്രാർത്ഥന മാത്രം, ഈശോയുടെ മാത്രം സ്വന്തമാക്കി തീർക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ അർത്ഥം മാത്രമേ ഉള്ളൂ. അമ്മ സഹായിച്ചാൽ ഈ സ്നേഹത്തിൽ ഞാൻ വിട്ടുപോകില്ല. അമ്മ ഒന്ന് കണ്ണടച്ചാൽ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണ് ഞാൻ വെട്ടിച്ചു പോയാൽ ഞാൻ സ്നേഹത്തിൽ നിന്നകന്നു പോകും. ഈ സ്നേഹം കൊണ്ടാണ് നിറയ്ക്കണം. ദൈവത്തെ എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനും ആ ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവയെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച പരിശുദ്ധ അമ്മയാണ് എൻ്റെ മുമ്പിലുള്ളത്. ആ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ആ അമ്മയുടെ സഹായത്താൽ ആ ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവയെ സ്നേഹിക്കാനും മാതാവ് വലിയൊരു പ്രചോദനവും ഒരു സഹായവും ഒരു മാതൃകയും ഒരാവേശവുമാണ്. ഇപ്പോൾ പറഞ്ഞത് ഈ ആവേശം എന്ന് പറയുമ്പോൾ സഹനത്തിലപ്പോൾ മടുപ്പില്ല അല്ലേ? ഒരു മടുപ്പ് വരുന്നത് എപ്പോഴാണ്? സ്നേഹം കുറയുമ്പോഴാണ്. കാരണം സ്നേഹം കൊണ്ടുവരുന്നത് ഞാൻ ബോണി അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബോണി പിന്നെ ഒന്ന് മയങ്ങി എൻ്റെ കയ്യിലേക്ക് വീണാലും ഞാൻ കൈ വലിക്കുമോ? എനിക്ക് കൈക്ക് വേദനയുണ്ട്. ഞാൻ എന്താ ചിന്തിക്കുന്നത്, ഈ മകനിപ്പം ഉറക്കം ആവശ്യമാണ്, ഞാൻ കൈ വലിച്ചാൽ ആ മകൻ്റെ ഉറക്കം പോകും. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളവരല്ലേ, എന്തുമാത്രം കഷ്ടതകൾ നമ്മൾ സഹിച്ചിട്ടുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സ്നേഹത്തിൻ്റെ എപ്പോഴും ഒരു സഹനത്തിൻ്റെ പരിവേഷം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് നമുക്ക് സഹനമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ കുഞ്ഞ് ഈ കുരിശായിട്ട്, ഈ കുരിശില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നു, ഒരിക്കലും നമ്മൾ പറയില്ല. ഈ സുഹൃത്ത് വന്ന കാരണം എൻ്റെ കൈയുടെ വേദന പറയില്ല. കാരണം ആ സ്നേഹമല്ല. യഥാർത്ഥത്തിലുള്ള സ്നേഹം എപ്പോഴും ഈ സഹനത്തിൻ്റെ ഒരു പരിവേഷം, സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ സഹനം എന്നുള്ളത് ദൈവം നമ്മുടെ സ്നേഹിക്കുന്നവർക്കല്ലയോ താതം നൽകുന്നു ശിക്ഷണം. അപ്പം ഈ ശിക്ഷണം എന്ന് പറയുന്നത് സഹനമാണ്. ഈ സഹനം നമുക്ക് സ്നേഹമുള്ളത് കൊണ്ട് ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ചതൊന്നുമല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഈ ദൈവത്തോട് കൂട്ടി നമ്മൾ ചേർത്ത് നിർത്തുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹനത്തിൽ നമുക്കൊരിക്കലും ഒരു 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 വൈഷമ്യമോ ഒരു നിരാശയോ ഒരു സങ്കടമോ ഒരു പ്രതിഷേധമോ ഉണ്ടാവില്ല. അത് നമ്മുടെ എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതം എടുത്ത് നോക്കിയോളൂ. വിശ്വാസത്തിനടുത്തേക്ക് ഇത് മതിയോന്ന് ചോദിച്ച് അൽഫോൻസാപ്പിൻ്റെ ഇത് മതിയോ, ഈശോയ്ക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ചും കൂടെ തന്നോന്ന് ചോദിച്ചു വാങ്ങുന്നവരാണ്. എനിക്കറിയാവുന്ന പല വിശുദ്ധരുടെയും ജീവചരിത്രത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞവരെല്ലാവരും സഹനം ചോദിച്ചു വാങ്ങിയവരാണ്. ഈശോയെ നിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് എനിക്ക് ഇനിയും നിന്നെ സ്നേഹിക്കാൻ കഴിയുന്നതിൻ്റെ അടയാളമായിട്ട് കുറച്ചും കൂടെ സഹനം തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. ഞാൻ ജീവിച്ചിരിക്കുന്ന പലരെയും ഇപ്രകാരം സഹനം ചോദിച്ചു വാങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയും കുറിച്ച് എനിക്കറിയാം, പലരെയും കുറിച്ച് ഇതുപോലെ തന്നെ സഹനം ചോദിച്ചു വാങ്ങുന്നവർ. കാരണം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനായിട്ട് ആ സഹനങ്ങൾ സഹായിക്കും. അവർ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്.
പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം വ്യാകുലതകളും ആകുലതകളും എല്ലാം കാണിച്ചു കൊടുത്തിട്ടും ഈ വാള് നിൻ്റെ ഹൃദയത്തിലൂടെ കടക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ പൂർണ്ണതയാലും തീക്ഷ്ണതയാലും നിറഞ്ഞ അമ്മ അത് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൂടെ നിന്നയാളാണ്. ഈ ഞാനിപ്പോൾ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കായിരുന്നു, തീക്ഷ്ണമായൊരു സ്നേഹം നിറഞ്ഞാൽ പിന്നെ പരാതികളില്ല, പരിഭവമില്ല. പരാതിയും പരിഭവം ഉണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ്. ഒരു ആഴമേറിയ സ്നേഹം അല്ലെങ്കിൽ തീക്ഷ്ണമായ സ്നേഹം, സെലസ്, ഒരു തീക്ഷ്ണമായൊരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം അതിനകത്തൊരു ദൈവിക പദ്ധതിയുണ്ട് തീക്ഷ്ണമായ സ്നേഹത്തിൽ. ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞതിന് മാത്രമേ തീക്ഷ്ണമായ സ്നേഹം ഉണ്ടാവുള്ളൂ. ആ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നെ പരാതിയില്ല, പരിഭവങ്ങളും ഇല്ല. അത് ഏത് ലൈഫാണ്, കുടുംബജീവിതത്തിലാണെങ്കിലും സന്യാസ ജീവിതത്തിലാണെങ്കിലും ഏത് ജീവിതത്തിലാണെങ്കിലും. അതുകൊണ്ടല്ലേ നമ്മുടെ മിഷണറിമാരുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെ പിന്നെ ഇന്ന് നമ്മളിവിടെ കാണുന്ന സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവർക്ക് പരാതിയില്ല, പരിഭവമില്ല, സന്തോഷത്തോടെ അവർ എൻജോയ് ചെയ്യാണ്. ആ എൻജോയ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താ? ഈ തീക്ഷ്ണമായ സ്നേഹമാണ്. ആ തീക്ഷ്ണമായ സ്നേഹം എൻജോയ് ചെയ്ത ആളാണ് പരിശുദ്ധ അമ്മ. പ്രസാദവര മാതാവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, വളരെ പ്രസാദത്തോടെ ഇരിക്കുന്ന മാതാവ്. തീക്ഷ്ണമായ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് പ്രസാദവരം ഉണ്ടാകുന്നത്. തീക്ഷ്ണമായ സ്നേഹമുള്ള പ്രസാദം, മുഖത്ത് പ്രസാദിക്കുന്നത് തീക്ഷ്ണമായ സ്നേഹം. മുഖത്തെ പ്രസാദവും സ്നേഹവും തമ്മിൽ വളരെ ഒരു ആഴമായ ബന്ധമുണ്ട്, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധമുണ്ട്. ഈ തീക്ഷ്ണമായ സ്നേഹം മനസ്സിലുള്ളപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു നിറവുകളായിട്ട് കാണാൻ സാധിക്കില്ല, ഒന്നിൻ്റെ ഒരു കുറവ് കാണാൻ സാധിക്കില്ല. അസ്വസ്ഥതകളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, പ്രതിഷേധങ്ങളില്ല. സാർ, ഈ തീക്ഷ്ണമായ സ്നേഹമാണല്ലോ ദൈവത്തിന് നമ്മളോടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം വീണ്ടും നമ്മളെ ചേർത്ത് പിടിക്കും. അപ്പോൾ നമുക്കൊരാളോട് തീക്ഷ്ണമായ സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ ഇതേ അനുഭവത്തിന് നമ്മളും ക്ഷമിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ ഈ ദൈവസ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു പാഠം ഞാൻ പറയാം. ഞാൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ ക്ഷമിച്ചു എന്ന് പറയുന്നത് ദൈവം അത് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്നേഹം പൂർണ്ണമാണോ? അല്ല. അപ്പോൾ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താ? ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കുക മാത്രമല്ല, മറന്നു കളഞ്ഞു. യഥാർത്ഥത്തിലുള്ള സ്നേഹം, തീക്ഷ്ണമായ സ്നേഹമുള്ളിടത്ത് മാത്രമേ ഈ കുറവുകളുടെ മറവി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കുറവുകൾ ക്ഷമിക്കും, പക്ഷെ മറക്കില്ല. നമ്മുടെ പല സ്നേഹബന്ധങ്ങളും അല്ലെങ്കിൽ പല ബന്ധങ്ങളും എവിടെയെങ്കിലും തകരാനുള്ള കാരണം കുറവുകൾ ക്ഷമിച്ചു, പക്ഷെ മറന്നിട്ടില്ല. പക്ഷെ ദൈവം നമ്മൾ എന്താ പറയുന്നത്? ദൈവം, മോനെ, ഞാൻ ക്ഷമിക്കുക മാത്രമല്ല മറക്കുകയോടെ ചെയ്തു. നീ ആരാണ് എന്ന് ഞാൻ പുറകോട്ട് നോക്കുന്നില്ല, നീ എന്താണ് എന്ന് ഞാൻ മുന്നോട്ടാണ് നോക്കുന്നുള്ളൂ, ഇപ്പോഴാണ് നോക്കുന്നുള്ളൂ. നീ എന്താകണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നീ പഴയത് മറന്നോളൂ. നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ, കാരണം അത്ര സ്നേഹത്തോടെ എന്നെ കാത്തിരിക്കുക. ആ സ്നേഹത്തിൻ്റെ ഒരു പാരമ്യമാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഏത് പാപിയെയും, അതുകൊണ്ടാണ് പശ്ചാത്തപിച്ച് മനസ്സ് തിരിഞ്ഞു വരുന്ന ഒരു പാപിയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയെന്ന് കർത്താവ് എടുത്തു പറയുന്നുണ്ട്, തിരിച്ചു വരുന്നൊരു വ്യക്തിയുടെ. കാരണം ആ ഒരു അത്ര സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയെക്കുറിച്ച് വ്യസനിച്ച് കാത്തിരിക്കുന്ന സ്നേഹമതിയായ ഒരു വലിയ പിതാവിൻ്റെ ഒരു സ്നേഹമാണ്. വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്ന പിതാവ്, കാരണം ഈ മകൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ കാത്തിരിപ്പ്, സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ കരുതൽ, സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ കൂട്ട്. അപ്പോൾ ദൈവം എൻ്റെ കരുതലാണ്, എൻ്റെ കൂട്ടാണ്, എൻ്റെ കാത്തിരിക്കുന്നതാണ്, കാവലാണ്, കൂട്ടാണ്, എൻ്റെ കോട്ടയുമാണ്, അല്ലേ? എനിക്ക് ഒരു ആപത്ത് വരാതെ എന്നെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പം ഇപ്രകാരം സ്നേഹത്തെ പ്രകടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ് ജീവിതത്തിൽ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്. കുഞ്ഞെ, മറന്നുകൾ, നിൻ്റെ വിഷമങ്ങളും വേദനകളും, നിന്നെ വേദനിപ്പിച്ചവരെയും നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചവരെയും നിന്നെ ദ്രോഹിച്ചവരെയും നീ അവരോട് ക്ഷമിച്ച് അത് മറന്നു കളയുക. അപ്പോഴേ ദൈവം നിന്നിൽ സ്നേഹമായിട്ട് നിറയുള്ളൂ. അല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ നിറയാൻ തടസ്സമായി നിൽക്കുന്നത് നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ്. ഇതുകൊണ്ടാണ് ആന്തരിക സൗഖ്യദാനങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കാനും മറക്കാനും നമ്മൾ പരിശ്രമിക്കാനും അത് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതിന് പരിശുദ്ധ അമ്മയുടെ മാതൃകയാണ്. ഒരു മുറിവുകളും ഉള്ളിൽ അവശേഷിക്കാതെ എല്ലാ മുറിവുകളും ഏൽപ്പിച്ചവരോടും ഹൃദയം തുറന്ന് ക്ഷമിക്കുന്ന ഒരു അമ്മ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇത് ഈശോയുടെ അതല്ല. ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറയുന്ന അവസാനം, പിതാവേ, ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം.
നമ്മളോട് പറയുന്നത്, നമ്മൾ പലരും കാണുന്നത് എന്താ, മറ്റേ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണമെന്നാലും എന്നാലും എനിക്കറിയാം, എന്നാലും കർത്താവിനെ അവരോട് ക്ഷമിച്ചേക്കണം. അതൊരു നല്ല നടപടിയല്ല യഥാർത്ഥത്തിൽ. കാരണം അവരുടെ ബലഹീനത കൊണ്ടോ അവരുടെ അറിവ് കുറവ് കൊണ്ടോ അവരുടെ ദൈവസ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടോ അവരിൽ സംഭവിച്ച കുറവുകളാണ് എനിക്ക് ഈ വേദനയായിട്ട് വന്നത്. അതുകൊണ്ട് നീ അവരോട് ക്ഷമിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും എനിക്കറിയാം, എന്നാലും നീ അവരോട് ക്ഷമിച്ചേരെന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷണലാണ്. അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകടനമല്ല. നമ്മെ സ്നേഹിച്ച ഒരു ദൈവം, സ്നേഹം തന്നെയായൊരു ദൈവം, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ബലിയെടുത്ത സ്നേഹം. അതുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രകടനമല്ലേ. സ്വന്തം ജീവൻ ബലിയെടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമുണ്ടോ എന്നൊരു ചോദ്യമാണത്. വൺ ഹു ഹാസ് ഗിവൺ ഹിസ് ലൈഫ് ഫോർ മീ, അല്ലേ? എന്നോടുള്ള സ്നേഹത്തെ പ്രതി, തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം എന്ന് പറയുന്നതാണ് പ്രിപ്പയർഡ് ടു സാക്രിഫൈസ് എനിത്തിങ് ഫോർ ദ വൺ ഹു ലവ്സ് യു. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന ആ ദൈവത്തിന് വേണ്ടി എന്ത് ത്യജിക്കാനും എന്ത് വിട്ടുകൊടുക്കാനും, ജീവൻ ബലി കഴിക്കാനും ജീവിതം ബലിയായി കൊടുക്കാനും തയ്യാറാവുക എന്നുള്ളത്. ജീവിതം ബലിയായി കൊടുക്കുക എന്നുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അത് അനുനിമിഷവും നമ്മൾ സംഭവിക്കേണ്ടതുമാണ്. ഈ ജീവിതം ബലി കൊടുക്കുന്നതിൻ്റെ, ജീവൻ ബലി കഴിക്കുക എന്നുള്ളത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. ജീവിതം ബലിയാവുക എന്നുള്ളത് തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് മരണം വരെയും നമ്മൾ സംഭവിക്കേണ്ടതാണ്. സർ, ഈ തീക്ഷ്ണമായ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, സഹനം പറഞ്ഞു, പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞു. ഈ അവസാനം പറഞ്ഞു മറന്നു കളയുക എന്നുള്ളത്. അതൊരു പുതിയൊരു കാര്യമാണ്. നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ വളരെ അത്യാവശ്യമാണ്, അല്ലേ? ചില കാര്യങ്ങൾ മറന്നു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത അവിടെ ഇല്ല. ക്ഷമിക്കുക മാത്രമല്ല, വന്നുകൊണ്ടിരിക്കും. ഒരു ഇൻഡൈജസ്റ്റഡ് ഫുഡ് മാതിരി തികട്ടി വന്നുകൊണ്ടിരിക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുമ്പസാരത്തിൽ നമ്മളോട് ക്ഷമിക്കുന്ന ദൈവം നമ്മുടെ പാപങ്ങൾ മറക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നോട് ബന്ധപ്പെടുന്നവരുടെ, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായാലും ബന്ധുക്കളുടെ ആയാലും സുഹൃത്തുക്കളുടെ ആയാലും അപരാധങ്ങൾ ഞാൻ അവരോട് ക്ഷമിച്ച് കഴിയുമ്പോൾ അത് മറന്നുകൊണ്ട് കളയണം. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം തീക്ഷ്ണമായി അനുഭവിക്കാൻ പറ്റും. ആ സ്നേഹത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവത്തിൻ്റെ അടയാളമായിട്ട് ദൈവത്തിൻ്റെ അനുഭവം പൂർണ്ണമായി നിറയും. ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. സാർ, ഒത്തിരി സന്തോഷം. പ്രിയമുള്ളവരെ, തീക്ഷ്ണമായ സ്നേഹത്തെക്കുറിച്ച് സാറ് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ മറന്നു കളയണമെന്ന് പറഞ്ഞത് നമുക്ക് പ്രത്യേകം ഓർക്കാം. പിന്നെ തീക്ഷ്ണമായ സ്നേഹമാണ് മുഖത്തെ പ്രസാദിപ്പിക്കുന്നത്. മ്ലാനത പടരാത്ത ഒരു മുഖകാന്തി ഉണ്ടാവാൻ തീക്ഷ്ണമായൊരു സ്നേഹം ഉണ്ടാകട്ടെ. ദൈവസ്നേഹം ഉണ്ടാകട്ടെ. സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു. With